ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മീക്കോ വ്ലോഗ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിസ്മസിന് പാതിര കുർബാന വ്ലോഗ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ക്രിസ്മസ് പാതിര കുർബാന വ്ലോഗാണ്. നമ്മൾ റെഡിയായി ഞാനും അനിയത്തിയും കൂടെ പള്ളിയിലേക്ക് പോകാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും കൂടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രദക്ഷിണമായിട്ടായിരുന്നു പോകണ്ടേ. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതാ കാണുന്ന നമ്മുടെ പള്ളി. അങ്ങനെ പള്ളി എത്തി. പള്ളി ഭയങ്കര രസമായിരുന്നു കാണാൻ. യൂത്തിലെ പിള്ളേർ കിടിലമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ റെഡിയാക്കുമായിരുന്നു. എല്ലാം റെഡിയാണ്, ഇനി കുർബാന തുടങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ ബമ്പർ സമ്മാനമായ താറാവിന് വേണ്ടി പേര് എഴുതി കൊടുത്തിട്ട് കുർബാനയ്ക്ക് കയറി. ഞങ്ങളുടെ അച്ഛൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു കുർബാനയ്ക്ക് മുന്നേ എല്ലാവർക്കും കട്ടൻ കാപ്പി കൊടുക്കുക എന്നത്. കാപ്പി കുടിച്ച് ഉറങ്ങില്ലല്ലോ, സാധാരണ എല്ലാവരും ഉറങ്ങും പാതിര കുർബാനയ്ക്ക്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുർബാന സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിറവിയോടനുബന്ധിച്ചുള്ള വായനകളാണ് ഇനി. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. 12 മണിക്ക് ആവാറായപ്പോൾ നമ്മൾ പിറവിക്കർമ്മം ചെയ്തു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ കയ്യിൽ ഉള്ള ഉണ്ണീശോയുടെ രൂപം എടുത്തിട്ട് അതിൽ ടർക്കി മാറ്റും. അങ്ങനെയാണ് പിറവി ചെയ്യുന്നത്. ഓരോ പള്ളിയിൽ ഓരോ രീതിയാണ്. ലോകത്തിന്റെ പ്രകാശമായി കന്യകയിൽ നിന്ന് ജാതനായ അങ്ങയുടെ തിരുക്കുമാരന്റെ ജനനം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. പിന്നെ കുർബാനയുടെ മധ്യേ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കാർമ്മികൻ തിരി തെളിക്കും. അതായത് നമ്മൾ ഇത് ചെയ്യുന്നൊരു അനുഷ്ഠാനമാണ്. ക്രിസ്മസിനും അതുപോലെ ഈസ്റ്ററിനും ഇത് ചെയ്യാറുണ്ട്. 3 സ്ഥലത്ത് ഇങ്ങനെ തെളിച്ചിട്ട് നമ്മളിനി പ്രദക്ഷിണമായിട്ട് പള്ളിക്ക് ഒരു ചുറ്റ് വലം വയ്ക്കണം. അപ്പോൾ ഏറ്റവും പുറകിൽ കാർമ്മികൻ ഉണ്ടാവും, കയ്യിൽ ഉണ്ണീശോനായിട്ട്. നമ്മൾ കുർബാന കണ്ടിന്യൂ ആണ്. ആദ്യം കർമ്മിക്കാൻ പോയി നടുക്ക് വെച്ചിരിക്കുന്ന പീഠത്തിൽ ഉണ്ണീശോനെ വയ്ക്കും, എന്നിട്ട് കുർബാന കണ്ടിന്യൂ ചെയ്യും. ഇത് ഇപ്പോഴാണ് എല്ലാവരും ഉറങ്ങുന്ന സമയം. ഇതെൻ്റെ അനിയത്തിരുന്ന് കുർബാന എടുക്കരുത് ഉറങ്ങുന്ന വിഷ്വൽസാണ്. അങ്ങനെ കുർബാന കഴിഞ്ഞു. ഇനി നേർച്ചയിട്ട് നമ്മൾ ഉണ്ണീശോയുടെ രൂപം മുത്തി പുറത്തേക്ക് പോവും. അങ്ങനെയാണ്. ഇതിൻ്റെ അടുക്ക് കുറച്ച് ക്രിസ്മസ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചേർക്കാം. അതിനുള്ള പ്രൈസ് അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ അനിയത്തിക്കും എൻ്റെ കൂട്ടായ്മക്കും ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ 25 ദിവസം എല്ലാ ദിവസവും പള്ളി പോയ കുട്ടികൾക്ക് എല്ലാ തവണയും പ്രൈസ് ഉണ്ട്. ഞാനൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇത്തവണ എൻ്റെ അനിയത്തി കഷ്ടപ്പെട്ട് പോയതിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന വിഷ്വൽസാണ്. ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് പരിപാടികൾ. ഇതാണ് എൻ്റെ കൂട്ടായ്മയുടെ കരോൾ ടീം. എൻ്റെ അനിയത്തിയും പാടുന്നുണ്ട്. പിന്നെ കുറേ കുഞ്ഞുമാലാക്കന്മാരുണ്ടായിരുന്നു. കുഞ്ഞുമാലാക്കയുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഷോർട്സ് ഞാൻ വഴിയിടാം. ഇതാണ് ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മുടെ സാൻഡയുടെ ഡാൻസും പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു മലാഖയാണ് സാൻഡയുടെ ഡാൻസാണ്. പിന്നെ ടാബിൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിലേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് ഷോയൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞു, നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്രിബ്. ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കൊടുത്ത ക്രിബാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ട് എൻ്റെ പള്ളിയിൽ ക്രിസ്മസിന് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ലോട്ടെടുപ്പ്. ഇങ്ങനെ ഒരു കുഞ്ഞു ലോട്ട് 10 രൂപയുള്ള എടുത്തിട്ട്
നമ്മൾ കൊണ്ടേ അവിടെ നിൽക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊടുക്കും. കാരണം സൺഡേ സ്കൂളിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടാവും. ഇത്തവണ നമ്മളെടുത്തത് 6 എണ്ണമാണ്. ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്താ എന്താ ടർക്കിയാ ഉള്ളല്ലേ ആണ്. പിന്നെ ആ സാധനത്തിലേക്ക് എല്ലാം എടുത്ത് വയ്ക്കും. അങ്ങനെ ഏകദേശം സമയം 2-2:30 ആവാറായി പുലർച്ചെ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് വീട്ടിൽ പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. വഴിയിൽ ചേട്ടന്മാർ പാട്ടൊക്കെ പാടി നിൽപ്പുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ് ഹാങ് ഓവർ നിൽക്കുവാണ്. ആൻഡ് നമ്മളിപ്പോൾ വീട്ടിലെത്തും. എൻ്റെ വീട്ടിൽ ഡെക്കറേഷൻ സ്പെഷ്യലാണ്. കാരണം എൻ്റെ അപ്പം കമ്മ്യൂണിസ്റ്റും അമ്മ കോൺഗ്രസും. അപ്പോൾ ചുമലയും നീലയുണ്ട്. അപ്പോൾ പാതിര കുർബാനയ്ക്ക് ഇന്നലെ രാത്രി കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് 25th മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ പാതിര കുർബാന കഴിഞ്ഞിട്ട് രാവിലെ ഒരു 10-10:30-11 മണിയൊക്കെ ആകുമ്പോൾ എണീക്കത്തുള്ളൂ. കാരണം ലേറ്റായിട്ടാണല്ലോ ഉറങ്ങണേ. അത് കഴിഞ്ഞ് എണീറ്റിട്ട് രാവിലെ പോയി നമ്മൾ അപ്പവും സ്റ്റൂവും കഴിച്ചാണ് നമ്മുടെ ഒരു പാതിര കുർബാന കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അത് കാണാം. നമുക്കിന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ക്രിസ്മസ് ചേട്ടായുടെ വീട്ടിലാണ്. അതുകൊണ്ട് നമ്മൾ നടന്ന് ചേട്ടായുടെ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ ബൈ. ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ക്രിസ്ത്യൻ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കപ്പിച്ചിൽ എണീറ്റ് വന്നുള്ള ഈ ചൂട് പാലപ്പവും ബേസ്റ്റുമാണ്. അതൊരു വികാരമാണ്. പിന്നെ ആദ്യമായിട്ട് പാതിര കുർബാനയ്ക്ക് പോയി ക്ഷീണിച്ച എൻ്റെ അപ്പവും അമ്മും ഉറക്കപ്പിച്ചിൽ ഹാപ്പി ക്രിസ്മസ് പറയാൻ നോക്കിയിട്ട് നടന്നില്ല. Merry Christmas. ഒരു വ്യത്യാസം. Happy Christmas. അപ്പോൾ അങ്ങനെ ഹാപ്പി ക്രിസ്മസ് ഫ്രം മൈ ഫാമിലി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. മെറി ക്രിസ്മസ്.